ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ സാമ്പത്തിക ആസൂത്രണത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഫിനാൻഷ്യൽ പിരമിഡ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ പിരമിഡ് ഉണ്ടാക്കിയേ മതിയാകും. അതുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സേവിങ്സ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പിരമിഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിന്റെ ബേസിക് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കെട്ടാറുണ്ട് അല്ലേ? അങ്ങനെ സ്ട്രോങ് ആയിട്ട് കെട്ടിയാൽ മാത്രമാണ് അതിന് മുകളിലേക്ക് പണിയുന്ന ഏത് നിലയും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സാമ്പത്തിക ആസൂത്രണത്തിൽ നമ്മളുടെ ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏത് സേവിങ്സും അതിന്റെ ബലം തരും. അപ്പോൾ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ പിരമിഡ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു ഫിനാൻഷ്യൽ പിരമിഡിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ മാത്രമാണ് പിന്നീട് അതിന്റെ മുകളിലേക്ക് നമുക്ക് എന്തും പണിതുയർത്താനായിട്ട് സാധിക്കുള്ളൂ. ഈ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്ന അല്ലെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ നൽകുന്നത് ഇൻഷുറൻസ് പോലെയുള്ള ടൂൾസ് ആണ്. അതായത് നമ്മളൊരു ഇൻഷുറൻസിലൂടെ നമ്മുടെ ഇൻകത്തിനെ, ലൈഫ് ഇൻഷുറൻസിലൂടെ നമ്മുടെ ഇൻകത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ലൈഫ് ഇൻഷുറൻസിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ മെഡിക്ലെയിം പോളിസികളിലൂടെ നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസിനെതിരെ നമ്മളുടെ ഇൻകം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് പോളിസികളാണ്. പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിൽ ഒരു ഡിസേബിലിറ്റി സംഭവിച്ചാൽ അതിനെ നമ്മളുടെ ഇൻകത്തിനെ കൊണ്ട് അതിനെ കവർ ചെയ്യാതെ ഈ ഒരു PA പോളിസി കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ ഇൻകത്തിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെയാണ് അവിടെ വരുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികൾ. അതായത് ക്യാൻസർ കവർ പോലെയുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പോളിസികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ വന്നാൽ പോലും നമ്മളുടെ ഇൻകത്തിനെ നഷ്ടപ്പെടാതെ നമുക്ക് അത്തരം കാര്യങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ സേവ് ചെയ്യാൻ തുടങ്ങേണ്ടത് ഇൻഷുറൻസ് ആണ്. അങ്ങനെ ഇൻഷുറൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കിയിട്ട് മുകളിലേക്ക് നമ്മൾ ഏത് രീതിയിലുള്ള സേവിങ്സ് നടത്തിയാലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അടുത്ത ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ തൊട്ടടുത്ത്, അതായത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മൾ ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അതിന് മേലോട്ട് നമ്മൾ ഓരോ നില കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ നില കെട്ടിപ്പടുക്കുമ്പോൾ ഓരോ നിലയും ഏതൊരു രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി എപ്പിസോഡുകൾ കേൾക്കുക, ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.